ഐ മേക്ക് മിസ്റ്റേക്സ് ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും തെറ്റുകൾ ചെയ്യാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. ഐ മേക്ക് മിസ്റ്റേക്സ് ഓൾ ദ ടൈം. മിസ്റ്റേക്കുകളെ പറ്റി പറയുമ്പോൾ, നമ്മുടെ തെറ്റുകളെ പറ്റി പറയുമ്പോൾ എപ്പോഴും വെർബ് മേക്ക് യൂസ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഡു നിങ്ങൾ യൂസ് ചെയ്യരുത്. ചിലർ ഡു യൂസ് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ യൂസ് ചെയ്യരുത്. മിസ്റ്റേക്കുകളെ പറ്റി പറയുമ്പോൾ, മീൻസ് മിസ്റ്റേക്കിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വെർബ് മേക്ക് തന്നെ യൂസ് ചെയ്യുക. ഡു യൂസ് ചെയ്ത് പറഞ്ഞാൽ മറ്റൊരാൾക്ക് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലാകും. പക്ഷേ നിങ്ങൾ വെർബ് മേക്ക് തന്നെ യൂസ് ചെയ്ത് സംസാരിക്കുക. 2-3 എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തത്, ഐ മേക്ക് മിസ്റ്റേക്സ് ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും തെറ്റുകൾ ഉണ്ടാക്കും, വരുത്താറുണ്ട്. ഐ മേക്ക് മിസ്റ്റേക്സ് ഓൾ ദ ടൈം. ഐ നോ, എനിക്കറിയാം. ഐ ഓൾവേസ് മേക്ക് മിസ്റ്റേക്സ്. ഞാൻ എപ്പോഴും തെറ്റുകൾ ചെയ്യാറുണ്ട്, വരുത്താറുണ്ട്. ഐ ഓൾവേസ് മേക്ക് മിസ്റ്റേക്സ്. നെക്സ്റ്റ്, ഐ ആം നോട്ട് പെർഫെക്റ്റ്. ഞാൻ പെർഫെക്റ്റ് അല്ല. ഐ മേക്ക് മിസ്റ്റേക്സ്. ഞാൻ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്, വരുത്താറുണ്ട്. ഐ മേക്ക് മിസ്റ്റേക്സ്. നെക്സ്റ്റ്, വി മേക്ക് മിസ്റ്റേക്സ്. ഞങ്ങൾ തെറ്റുകൾ ചെയ്യാറുണ്ട്, വരുത്താറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. വി മേക്ക് മിസ്റ്റേക്സ്. നെക്സ്റ്റ്, ഐ മെയ്ഡ് എ മിസ്റ്റേക്സ്. ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിളാണ്. എ മിസ്റ്റേക്ക് നമുക്ക് പറയാവുന്നതാണ്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു തെറ്റ് വരുത്തി. ഐ റിയലി മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാൻ ശരിക്കും ഒരു തെറ്റ് വരുത്തി, ഒരു തെറ്റ് ചെയ്തു. ഐ റിയലി മെയ്ഡ് എ മിസ്റ്റേക്ക്. ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക്. അവനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി, ചെയ്തു. ഹീ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക്. അവളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി. ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക്. ദേ മെയ്ഡ് എ മിസ്റ്റേക്ക്. അവർ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി, വരുത്തി. ദേ മെയ്ഡ് എ മിസ്റ്റേക്ക്. കെനഡിക്ക് ഈസ് ഗോയിങ് ടു മേക്ക് എ മിസ്റ്റേക്ക്. കെനഡിക്ക് മിസ്റ്റേക്ക് ഉണ്ടാക്കും. കെനഡിക്ക് ഈസ് ഗോയിങ് ടു മേക്ക് എ മിസ്റ്റേക്ക്. നെക്സ്റ്റ്, പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ്. ആളുകൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ്. നെക്സ്റ്റ്, ഹീ മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഓൺ ഹിസ് ടെസ്റ്റ്. അവൻ്റെ ടെസ്റ്റിൽ, പരീക്ഷയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി. ഹീ മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഓൺ ഹിസ് ടെസ്റ്റ്. നെക്സ്റ്റ്, ഡിഡ് ഹീ മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഓൺ ഹിസ് ടെസ്റ്റ്. അവൻ്റെ ടെസ്റ്റിൽ, പരീക്ഷയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയോ? ഡിഡ് ഹീ മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഓൺ ഹിസ് ടെസ്റ്റ്? യെസ്, ഹി മെയ്ഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഓൺ ഹിസ് ടെസ്റ്റ്. അദ്ദേഹം അവൻ്റെ ടെസ്റ്റിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി. നെക്സ്റ്റ്, ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ ഹെർ മാത്ത് ഹോംവർക്ക്. അവളുടെ മാത്ത് ഹോംവർക്കിൽ ഒരു മിസ്റ്റേക്ക് വരുത്തി. ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ ഹെർ മാത്ത് ഹോംവർക്ക്. നെക്സ്റ്റ്, ഡോണ്ട് വറി ഇഫ് യു മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ വിഷമിക്കേണ്ട. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ്. അത് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ്, എവരി വൺ മേക്സ് മിസ്റ്റേക്സ് സംടൈംസ്. ചില സമയങ്ങളിൽ എല്ലാവരും തെറ്റുകൾ ചെയ്യാറുണ്ട്. എവരി വൺ മേക്സ് മിസ്റ്റേക്സ് സംടൈംസ്. നെക്സ്റ്റ്, ഐ ഓഫൺ മേക്ക് മിസ്റ്റേക്സ് വെൻ ഐ ആം ടയേർഡ്. ഞാൻ തളർന്നിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. ഐ ഓഫൺ മേക്ക് മിസ്റ്റേക്സ് വെൻ ഐ ആം ടയേർഡ്. നെക്സ്റ്റ്, ഡോണ്ട് വറി ഇഫ് യു മേക്ക് മിസ്റ്റേക്സ്. ഇറ്റ്സ് നോർമൽ. നിങ്ങൾ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയാൽ, ചെയ്താൽ കുഴപ്പമില്ല. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. ഇറ്റ്സ് നോർമൽ. അത് നോർമലാണ്. നെക്സ്റ്റ്, വി മേക്ക് മിസ്റ്റേക്സ് ബിക്കോസ് വി ആർ ഹ്യൂമൻ. നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഹ്യൂമനാണ്, മനുഷ്യരാണ്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കൂ എന്ന് പറയുവാനായിട്ട് ആളുകൾ ചില സമയത്ത് ടോക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. മീൻസ്
ടോക്ക് ഇൻ എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ സംസാരിക്കരുത്. ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ ടോക്ക് ഇൻ എന്നുള്ള ഫ്രേസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. സ്പീക്ക് എന്നുള്ള വേർഡ് വേണം എപ്പോഴും യൂസ് ചെയ്യുവാനായിട്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുവാനായിട്ട് ചാൻസ് ഉണ്ട്. ഡു യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്? അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. സ്പീക്ക് എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. മീൻസ് ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ സ്പീക്ക് എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുക. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് സ്പാനിഷ്? നിങ്ങൾ സ്പാനിഷ് സംസാരിക്കുമോ? യെസ്, ഐ സ്പീക്ക് സ്പാനിഷ്. അത് ഞാൻ സ്പാനിഷ് സംസാരിക്കും. യെസ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. നെക്സ്റ്റ്, ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് 2 ലാംഗ്വേജസ്. ഞാൻ 2 ഭാഷകൾ സംസാരിക്കും. ഐ സ്പീക്ക് സ്പാനിഷ്. ഞാൻ സ്പാനിഷ് സംസാരിക്കും. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷും സംസാരിക്കും. നെക്സ്റ്റ്, ഐ ഹേർഡ് യു സ്പീക്ക് സ്പാനിഷ്. നീ സ്പാനിഷ് സംസാരിക്കുമെന്ന് ഞാൻ കേട്ടു. ഡു യു ആൾസോ സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷും സംസാരിക്കുമോ? യെസ്, ഐ സ്പീക്ക് ബോത്ത് സ്പാനിഷ് ആൻഡ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അതെ, ഞാൻ സ്പാനിഷും ഇംഗ്ലീഷും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. നെക്സ്റ്റ്, വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? നീ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കും? വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ്. ഞാൻ സ്പാനിഷും ഇംഗ്ലീഷും സംസാരിക്കും. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ്. നെക്സ്റ്റ്, ക്യാൻ യു സ്പീക്ക് സ്പാനിഷ്? നിനക്ക് സ്പാനിഷ് സംസാരിക്കാനായിട്ട് പറ്റുമോ? നോ, ഇല്ല. നോ, ഐ കാൺട്ട്. എനിക്ക് കഴിയില്ല. ബട്ട് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഓർക്കുക, സ്പീക്ക് എന്നുള്ള വേർഡ് വേണം എപ്പോഴും യൂസ് ചെയ്യുവാനായിട്ട്. ടോക്കിൻ എന്നുള്ള ഫ്രേസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. നെക്സ്റ്റ്, ആർ യു ലേണിംഗ് ടു സ്പീക്ക് സ്പാനിഷ്? നിങ്ങൾ സ്പാനിഷ് സംസാരിക്കുവാനായിട്ട് പഠിക്കുകയാണോ? ആർ യു ലേണിംഗ് ടു സ്പീക്ക് സ്പാനിഷ്? യെസ്, ഐ ആം ലേണിംഗ് സ്പാനിഷ്. അതെ, ഞാൻ സ്പാനിഷ് പഠിക്കുകയാണ്. നെക്സ്റ്റ്, ക്യാൻ യു ടീച്ച് മീ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് എന്നെ പഠിപ്പിക്കാമോ? ക്യാൻ യു ടീച്ച് മീ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഷുവർ, പഠിപ്പിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് ഞാൻ താങ്കളെ സഹായിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. നെക്സ്റ്റ്, ഡു യു ഹാവ് എനി ഫ്രണ്ട്സ് ഹൂ സ്പീക്ക് സ്പാനിഷ്? സ്പാനിഷ് സംസാരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിനക്കുണ്ടോ? ഡു യു ഹാവ് എനി ഫ്രണ്ട്സ് ഹൂ സ്പീക്ക് സ്പാനിഷ്? യെസ്, ഉണ്ട്. ഐ ഹാവ് ഫ്രണ്ട്സ് ഹൂ സ്പീക്ക് സ്പാനിഷ്. സ്പാനിഷ് സംസാരിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഐ ഹാവ് ഫ്രണ്ട്സ് ഹൂ സ്പീക്ക് സ്പാനിഷ്. ഇനി പബ്ലിക്കിനെ റെഫർ ചെയ്ത് നമ്മൾ സംസാരിക്കുമല്ലോ. ഇങ്ങനെ പബ്ലിക്കിനെ റെഫർ ചെയ്ത് സംസാരിക്കാൻ നേരത്ത് ടോക്ക് ഇൻ എന്നുള്ള ഫ്രേസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിന് പകരം സ്പീക്ക് എന്നുള്ള വേർഡ് തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യുവാനായിട്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്, ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്? പബ്ലിക്കിനോട് സംസാരിച്ച് മീൻസ് പബ്ലിക്കിൽ സംസാരിച്ച് നിനക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്? നെക്സ്റ്റ്, ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ സ്പീച്ച് ടു സ്പീക്ക് ഇൻ പബ്ലിക്. അവൾ പബ്ലിക്കിൽ സംസാരിക്കുവാനായിട്ട് ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ സ്പീച്ച് ടു സ്പീക്ക് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ഐ ഹേറ്റ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിനോട് സംസാരിക്കുന്നത് എനിക്ക് വെറുപ്പാണ്. ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ഷീ ഈസ് നെർവസ് അബൌട്ട് സ്പീക്കിംഗ് ഇൻ പബ്ലിക്.
പബ്ലിക്കിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് അവൾ നെർവസ് ആണ്. ഷീ ഈസ് നെർവസ് അബൌട്ട് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ഹി എൻജോയ്സ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ സംസാരിക്കുന്നത് അവൻ എൻജോയ് ചെയ്യാറുണ്ട്. ഹി എൻജോയ്സ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ദേ ആർ ഗുഡ് അറ്റ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ സംസാരിക്കുന്നതിൽ അവർ മിടുക്കരാണ്. ദേ ആർ ഗുഡ് അറ്റ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ഐ നീഡ് മോർ കോൺഫിഡൻസ് വെൻ സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ സംസാരിക്കാൻ നേരത്തും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് വേണം. ഐ നീഡ് മോർ കോൺഫിഡൻസ് വെൻ സ്പീക്കിംഗ് ഇൻ പബ്ലിക്. നെക്സ്റ്റ്, ഡു യു എൻജോയ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ സംസാരിക്കുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഡു യു എൻജോയ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്?